എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ പാവം ക്യുവാൻ യാവനെ വെയിറ്റ് ചെയ്ത് ഒരുപാട് നേരം അവിടെ ഇരിക്കുന്നു. അവന്റെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവൻ ആ ഡെലിവറി നാളുകളെ പോലും 30 മിനിറ്റ്സ് അവിടെ വെയിറ്റ് ചെയ്യിക്കുന്നുണ്ട്. ലാസ്റ്റ് അവളെ കാണാതെയാകുമ്പോൾ അവരെല്ലാം അവിടുന്ന് പോകുന്നു. അന്ന് ഒരുപാട് ലേറ്റായിട്ടാണ് യാവ് വീട്ടിലേക്ക് വരുന്നത്. അവൾ വന്ന ഉടനെ ആദ്യം പോകുന്നത് ക്യുവാന്റെ റൂമിലേക്കാണ്. റൂമിൽ അവന്റെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. ഇത് കാണുമ്പോൾ അവളുടെ മൂഡ് ഓഫ് ആകുന്നു. അവൾ ഒരുപാട് സാഡായിരുന്നു. ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അതിൽ നിറയെ സാധനങ്ങളായിരുന്നു. ഇതെല്ലാം കാണുമ്പോൾ ഇന്നു മുതൽ ഞാൻ ആർക്കു വേണ്ടി ഫുഡ് ഉണ്ടാക്കുമെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. കുക്ക് ചെയ്യാനൊന്നും അവൾക്ക് ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. സോ ഇൻസ്റ്റന്റ് നൂഡിൽസ് ഉണ്ടാക്കി തന്റെ ടിവിയും കണ്ട് അവളോട് ഇരിക്കുന്നു. ക്യുവാനും ഇവിടെ തന്റെ വലിയ വീലിൽ ടിവി കണ്ടിരിക്കുകയാണ്. പണ്ടൊരിക്കലും ക്യുവാൻ ടിവി കാണാറില്ലായിരുന്നു. യാവിനെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും അവൻ ഇപ്പോൾ കാണുന്നത് ഒരു ഡ്രാമയാണ്. കൂടാതെ യാവിൻ്റെ ടോയിയെ ഹഗ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. താൻ എന്തായി ചെയ്യുന്നതെന്ന് റിയലൈസ് ആകുമ്പോൾ അവൻ ആ ടോയിയെ മാറ്റുന്നു. നെക്സ്റ്റ് മോർണിംഗിൽ ക്യുവാൻ ഓഫീസിലേക്ക് വരുന്നു. അവൻ നേരെ വരുന്നത് അവൻ്റെ അസിസ്റ്റൻസ് എല്ലാം ഇരിക്കുന്ന ആ പ്ലേസിലേക്കാണ്. എല്ലാവരും അവനോട് ഗുഡ് മോർണിംഗ് പറയുന്നു. അവൻ കുറേ നേരവും യാവിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. യാവിൻ്റെ ടിഫിൻ ബോക്സ് അവൻ ശ്രദ്ധിക്കുന്നു. ഡെയിലി അവൾ ടിഫിൻ ബോക്സിൽ പാക്ക് ചെയ്യുന്ന കാര്യമെല്ലാം അവൻ ഓർക്കുന്നുണ്ട്. അവൻ്റെ കണ്ണ് സത്യത്തിൽ ആ ടിഫിൻ ബോക്സിലായിരുന്നു. ലഞ്ച് ടൈം ആകുന്നു. ബാവുര് ഒഴിച്ച് ബാക്കി എല്ലാവരും ടിഫിൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ യാവു ബാവുരിനോട് തൻ്റെ കൂടെ ഫുഡ് ഷെയർ ചെയ്യാൻ പറയുന്നു. അവൻ ഹാപ്പി ആയിട്ട് അവളുടെ കൂടെ ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. താൻ കണ്ണുവച്ച ലഞ്ച് ബോക്സ് മറ്റുള്ളവർ കഴിക്കുന്ന കാണുമ്പോൾ ക്യുവാനോടേക്ക് ഓടി വരുന്നു. എന്നിട്ട് യാവുനോട്, നീ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റില്ല, അത്യാവശ്യമായി ഒരു ക്ലയൻ്റ് അടുത്ത് പോകണം, എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു കോൺഫിഡൻഷ്യൽ ഡോക്യുമെൻ്റ് വാങ്ങിക്കൊണ്ട് വരണം. എക്സ്പ്രസ് ഡെലിവറി വഴി ഡെലിവറി ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് കോൺഫിഡൻഷ്യലാണ് ഡോക്യുമെൻ്റ് എന്ന് അവൻ പറയുന്നു. തൻ്റെ ലഞ്ച് ബോക്സ് കൂടെ കൊണ്ടുപോയി വഴി വെച്ച് കഴിക്കാമെന്ന് യാവ് വിചാരിക്കുന്നു. അപ്പോൾ ക്യുവാൻ, അതിൻ്റെ ആവശ്യമില്ല, കമ്പനി നിനക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യും, നീ ആ അലവൻസ് വെച്ച് ഫുഡ് കഴിക്കാൻ അവൻ പറയുന്നുണ്ട്. പോകുന്നതിന് മുന്നേ യാവു തൻ്റെ ലഞ്ച് ബോക്സ് ഫുഡ് കൊണ്ടുവരാത്ത ബാവ്രുവിന് കൊടുക്കുന്നു, ക്യുവാന് പകരം. എന്നിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും ക്യുവാന്റെ VIP ലഞ്ച് ബോക്സ് ഡെലിവർ ചെയ്യുന്നു. ക്യുവാൻ ആകട്ടെ തൻ്റെ ലഞ്ച് ബോക്സ് ബാവ്രുവിന് കൊടുത്ത ശേഷം ബാവ്രുവിൻ്റെ കയ്യിലുള്ള യാവിൻ്റെ ലഞ്ച് ബോക്സ് വാങ്ങിക്കുന്നു. ബാവ്രു ആകട്ടെ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. നോക്കൂ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ബോസിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഞാനാണെന്ന്. ഞാൻ ഫുഡ് കൊണ്ടുവന്നില്ലെന്നറിഞ്ഞ് ബോസ് സ്വന്തം ലഞ്ച് ബോക്സ് എനിക്ക് തന്നു എന്ന് അവൻ പറയുന്നു. ഇവിടെ ക്യുവാനാകട്ടെ യാവ് ഉണ്ടാക്കിയ ഫുഡ് വളരെ ആസ്വദിച്ച് കഴിക്കുന്നു. അവൻ എപ്പോഴും യാവിൻ്റെ കുക്കിംഗ് ഒരുപാട് ഇഷ്ടമായിരുന്നു. നെക്സ്റ്റ് സീനിൽ ലീജിൻ ക്യുവാൻ്റെ അടുത്ത് വന്ന്, ഈ ഇടയായിട്ട് നിനക്ക് ഒരുപാട് ചേഞ്ച് ഉണ്ട്. നീ ആദ്യമൊക്കെ നന്നായിട്ട് ഉറങ്ങില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ നീ നന്നായി ഉറങ്ങുന്നുണ്ട്. ചെറിയ സൗണ്ട് പോലും നിനക്ക് പണ്ടൊക്കെ ഒരുപാട് ബോധർ ചെയ്യുമായിരുന്നു. ഇപ്പോൾ നിന്റെ മുന്നിൽ വെച്ച് ഞാൻ ഒരു ഡ്രാമ കാണാണ്, നിനക്കാകട്ടെ ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നില്ല. ലീജൻ സംശയത്തോടെ ക്യുവാന്റെ കണ്ണിലേക്ക് നോക്കുന്നു. നിനക്കിനി ആരോടെങ്കിലും ലവ് തോന്നിയോ? നിന്നെ ലവ് ഡൗൺ ആണോ നിന്നെ ഇത്രയും ചേഞ്ച് ആക്കിയെന്ന് അവൻ ചോദിക്കുന്നു. പക്ഷേ ലീജൻ ഇതുവരെയും യാവുവിന് ക്യുവാന്റെ ലൈഫിലുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒരു സംശയം പോലും ഇല്ല. സംസാരത്തിനിടയിൽ അവൾ ഷെൻസിയെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ലീജൻ അവനോട്, യാവു നമ്മുടെ ഓഫീസിൽ വന്നിട്ട് കുറെ നാളുകളായി, അവൾക്ക് ഈ ഓഫീസിൽ എന്തെങ്കിലും റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് സംശയം തോന്നുവാണെങ്കിൽ നീ ആദ്യം എന്നോട് പറയണം. കാരണം ഫ്യൂച്ചറിൽ അവളിൻ്റെ സിസ്റ്ററിൻലോ ആകാൻ പോവുകയാണ്. സിസ്റ്ററിൻലോ എന്ന് പറഞ്ഞാൽ സിസ്റ്ററിനെ പോലെയാണ്. അവളെ കെയർ ചെയ്യേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ലീജൻ പറയുന്നു. എന്നിട്ട് ക്യുവാനോട് അവൻ്റെ വില്ലിയുടെ ഒരു സ്പെയർ കീ ചോദിക്കുന്നു. ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും എനിക്ക് നിന്റെ വില്യ വരണമെന്ന് തോന്നിയാൽ നിന്നെ ബോധർ ചെയ്യാതെ അകത്ത് കിടക്കാമല്ലോ എന്ന് അവൻ പറയുന്നു. സത്യത്തിൽ ലീജൻ ഇവിടെ ക്യുവാന്റെ വില്ലിയുടെ സ്പെയർ കീ ചോദിച്ചത് നെക്സ്റ്റ് വീക്കിൽ ക്യുവാന്റെ ബർത്ത്ഡേ ആണ്. സോ ഇവരെല്ലാവരും കൂടി ക്യുവാന് വേണ്ടി ഒരു സർപ്രൈസ് പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. ലീജന് ക്ലോസ് ആയ കുറച്ച് കൊളീഗ്സിനെ ചേർത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ക്യുവാന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി. അവർ എല്ലാ കാര്യങ്ങളും ആ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്യുവാന്റെ വില്ലിയുടെ ലൊക്കേഷനും ആ ഗ്രൂപ്പിൽ അയക്കുന്നു. യാവും ആ ഗ്രൂപ്പിൽ പാർട്ടായിരുന്നു. അവൾ ഇതെല്ലാം കാണുന്നുണ്ട്. കുറച്ചു ദിവസം കഴിഞ്ഞ് യാവ് ക്യുവാനെ കോൾ ചെയ്യുന്നു. ബോസ്, എനിക്ക് താങ്കളോട് അത്യാവശ്യമായി ഒരു കാര്യം ഡിസ്കസ് ചെയ്യണം. ഓൾദോ ഇന്ന് വീക്കെൻഡ് ആണെങ്കിലും എനിക്ക് അത്യാവശ്യമായി താങ്കളോട് സംസാരിക്കണം എന്ന് അവൾ പറയുന്നു. അവനവൻ്റെ വലിയ ലൊക്കേഷൻ അവൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ക്യുവ നന്നായി റെഡിയായി
യാവുനെ വെയിറ്റ് ചെയ്ത് വീട്ടിൽ നിൽക്കുകയാണ്. എന്തു പറയാനായിരിക്കും അവൾ വരുന്നതെന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നു. യാവ് അവിടേക്ക് വരുന്നു. അവൾ നന്നായിട്ട് റെഡിയായിട്ടാണ് വരുന്നത്. ക്യുവാൻ കഥ തുറക്കുമ്പോൾ യാവുനെ ഇങ്ങനെ ഡ്രസ്സപ്പ് ചെയ്ത് കാണുന്നു. നിനക്ക് എന്താ പറയാനുള്ളത്? പേഴ്സണലാണോ അതോ ഓഫീസ് കാര്യമാണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ പേഴ്സണലാണെന്ന് പറയുന്നു. എനിക്കറിയാം നീ ഇതല്ലേ പറയാൻ പോകുന്നത്. ഞാൻ പോയതിനു ശേഷം വീട് ഒരുപാട് ലോൺലിയായിട്ട് ഫീൽ ചെയ്തു എന്ന്. നീ ഇങ്ങനെ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് എത്ര മേക്കപ്പ് ചെയ്ത് വന്നിട്ടും ഒരു കാര്യവുമില്ല. എത്ര റിക്വസ്റ്റ് ചെയ്താലും ഞാൻ ഇനി ഒരിക്കലും ആ വീട്ടിലേക്ക് തിരിച്ചു വരില്ല. നിനക്ക് എന്നെ തടയണമായിരുന്നെങ്കിൽ നേരത്തെ തടയണമായിരുന്നു എന്ന് അവൻ പറയുന്നു. പാവം യാവു എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുന്നേ തന്നെ എല്ലാ സ്റ്റാഫ്സും അവളുടെ പിറകിൽ വന്ന് നിൽക്കുന്നു. എന്നിട്ട് സർപ്രൈസ് ആയിട്ട് അവന് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ക്യുവാന്റെ മൂഡായിട്ട് ഓഫാകുന്നു. പക്ഷെ സ്റ്റാഫ്സ് എല്ലാം ഒരുപാട് ഹാപ്പി ആയിരുന്നു. തങ്ങളുടെ ബോസിന്റെ വീട് എന്തുമാത്രം ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ക്യുവാൻ ലീജിനെ വഴക്കു പറയുന്നു. ആകെ ഒരു വീക്കെൻഡ് കിട്ടുന്നതാണ്. ആ ടൈമിൽ ഇവർ റെസ്റ്റ് എടുക്കണ്ടേ? എന്നിട്ട് ഇവരെ എന്തിനാ വീണ്ടും ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ഇത് ഇവരെ കൊണ്ട് ഡബിൾ ജോലി ചെയ്യിക്കുന്ന പോലെയാണെന്ന് അവൻ പറയുന്നു. പക്ഷെ സ്റ്റാഫ്സ് എല്ലാം അവനോട് അങ്ങനെയൊന്നുമില്ല ബോസ്, താങ്കളുടെ വീട് കണ്ട് തന്നെ ഞങ്ങൾ റിഫ്രഷ് ആയെന്ന് പറയുന്നു. ലീജിൻ സ്റ്റാഫ്സിനെ എല്ലാം ക്യുവാന്റെ വീട് കാണിക്കുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു വീടായിരുന്നു അവൻ്റേത്. റൂഫ് ടോപ്പിൽ ഒരു സ്വിമ്മിംഗ് പൂളും ഉണ്ടായിരുന്നു. ഇതെല്ലാം കാണുമ്പോൾ അവർക്ക് ഒരുപാട് സർപ്രൈസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം അവർ ടി വിയിലും മറ്റും കണ്ടിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാണ് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതിനുശേഷം എല്ലാവരും ഔട്ട്ഡോറിൽ ബാർബിക്യൂ പാർട്ടി ചെയ്യുന്നു. ഈ ഐഡിയ ലീജിൻ്റേതായിരുന്നു. പക്ഷെ ഐഡിയ ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഫെയിലിയർ ആയിരുന്നു. കാരണം അന്നത്തെ ക്ലൈമറ്റ് ഒരുപാട് ചൂടായിരുന്നു. ഈ കാരണത്താൽ വെളിയിൽ ലോണിരിക്കുന്ന എല്ലാവരും വിയർത്ത് ഒരു പരുവാകുന്നുണ്ട്. ഇന്നലത്തെ ക്ലൈമറ്റ് തണുപ്പായിരുന്നു, ഇന്ന് ചൂടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, പിസ്സ ഓർഡർ ചെയ്യാം, എന്നിട്ട് എല്ലാവർക്കും ഒരുമിച്ച് അകത്തിരുന്ന് കഴിക്കാമെന്ന് അവർ സജസ്റ്റ് ചെയ്യുന്നു. പക്ഷേ പിസ്സ വരുന്നതിന് മുന്നേ തന്നെ ക്യുവാൻ യാവുനെ ആ ചൂടിനെ രക്ഷപ്പെടുത്തുന്നു. നീ അകത്തേക്ക് വാ, എനിക്ക് അത്യാവശ്യമായി നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. നീ പ്രിപ്പയർ ചെയ്ത എഗ്രിമെന്റിൽ കുറച്ച് ചേഞ്ചസ് വരുത്താനുണ്ട്. സോ അകത്ത് വന്ന് അത് ശരിയാക്കാൻ പറയുന്നു. അവൻ യാവുനെ കൂട്ടി സ്റ്റഡി റൂമിലേക്ക് വരുന്നു. അവിടുത്തെ ടെമ്പറേച്ചർ നല്ല തണുപ്പായിരുന്നു. പിസ്സ വരുമ്പോഴേക്കും ചൂടിലിരുന്ന മറ്റു സ്റ്റാഫ്സ് എല്ലാം അകത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ ക്യുവാനും ലീജുനും സംസാരിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. ലീജുൻ ഇത്രയും വലിയ പാർട്ടി അറേഞ്ച് ചെയ്ത് ക്യുവാന് വേണ്ടി മാത്രമല്ല, ചെൻസി എങ്ങനെയെങ്കിലും ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ അവളോട് സംസാരിക്കാൻ ലീജിന് ഈ പാർട്ടിക്ക് വേണ്ടി ചെൻസി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിന്നെ യൂസ് ചെയ്യാൻ കാരണം ഞാൻ എത്ര ശ്രമിച്ചിട്ടും ചെൻസി എന്നോട് സംസാരിക്കാൻ തയ്യാറല്ല. നീ എൻ്റെ ബ്രദറല്ലേ, എന്നെ നീ ഹെൽപ്പ് ചെയ്യില്ലെന്ന് ലീജൻ ചോദിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ക്യുവാൻ ലീജനെ മെസ്സേജ് കാണിക്കുന്നു. ചെൻസി എനിക്ക് ഓൾറെഡി മെസ്സേജ് ചെയ്തു. അവൾക്ക് വരാൻ പറ്റില്ലെന്നും മെസ്സേജ് വഴി തന്നെ എന്നെ ബർത്ത്ഡേ വിഷ് ചെയ്തു. തൻ്റെ പ്ലാൻ സക്സസ് ആയില്ലെന്ന് മനസ്സിലാകുമ്പോൾ ലീജനാകട്ടെ സാഡ് ആകുന്നുണ്ട്. ഇതെല്ലാം നീ എന്നോട് നേരത്തെ പറയാൻ എന്താണെന്ന് ക്യുവാൻ ചോദിക്കുമ്പോൾ ഇത് നിന്റെ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു, നേരത്തെ പറഞ്ഞാൽ എങ്ങനെ സർപ്രൈസ് ആകുമെന്ന് ലീജൻ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ക്യുവാൻ സ്റ്റഡി റൂമിൽ വന്ന് യാവിൻ്റെ അടുത്തിരിക്കുന്നു. എന്നിട്ടൊരു ബുക്ക് വായിക്കുന്ന പോലെ ബുക്ക് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ സത്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് യാവിനെ നോക്കുകയാണ്. യാവ് ക്യുവാനോട്, ബോസ്, താങ്കൾ എൻ്റെ കൂടെ ഇവിടെ ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. എല്ലാവരും താങ്കളുടെ ബർത്ത്ഡേ പാർട്ടിക്കല്ലേ വന്നത്, താങ്കൾ അവരുടെ കൂടെ പോയി സംസാരിക്കാൻ പറയുന്നു. ഈ റൂമിൽ ഒരുപാട് കോൺഫിഡൻഷ്യൽ ഫയൽസ് ഇരിപ്പുണ്ട്, അതുകൊണ്ട് നിന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് അവൻ പറയുന്നു. ബോസ്, താങ്കൾ ഈ ബുക്ക് പിടിച്ചിരിക്കുന്നത് തലകീഴായിട്ടാണെന്ന് അവൾ പറയുമ്പോൾ ബുക്കിൻ്റെ കവറ് മാത്രമേ റിവേഴ്സ് ആയിട്ടുള്ളൂ. പക്ഷെ അകത്ത് ബുക്ക് പ്രോപ്പർ വെയിലാണെന്ന് അവൻ കള്ളം പറയുന്നുണ്ട്. എന്നിട്ട് അവൾ കാണാതെ ആ ബുക്ക് നേരെയാക്കുന്നു. ക്യുവാൻ സത്യത്തിൽ അവിടെ ഇരിക്കുന്നത് യാവുനെ കാണാൻ വേണ്ടിയാണ്. കുറച്ച് കഴിയുമ്പോൾ യാവു ആകട്ടെ ഉറങ്ങിപ്പോകുന്നു. കുറച്ച് ടൈം കഴിയുമ്പോൾ അവൾ എണീക്കുന്നുണ്ട്. എന്നിട്ട് ക്യുവാന് വേണ്ടി താൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് എടുക്കാൻ പോകുന്നു. എന്നിട്ട് ഗിഫ്റ്റുമായി വന്ന് ക്യുവാന് അത് കൊടുക്കുന്നുണ്ട്. ഞാനിത് സ്പെഷ്യലായി താങ്കൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തതാണെന്ന് അവൾ പറയുന്നു. എന്നിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ക്യുവാൻ ആകട്ടെ യാവു തന്ന ഗിഫ്റ്റ് എക്സൈറ്റഡ് ആയിട്ട് തുറക്കുന്നു. അതിനകത്ത് ഒരു ഷാമ്പ്യൻ ബോട്ടിലായിരുന്നു. കൂടെ ഒരു കാർഡും ഉണ്ടായിരുന്നു. ആ കാർഡിനകത്ത് എഴുതിയിരിക്കുന്നത് ഐ ലവ് യു ആൻഡ് ഐ വോണ്ട് ടു മേക്ക് ബേബീസ് വിത്ത് യു. ഇത് കണ്ട് അവൻ ആകെ സർപ്രൈസ് ആകുന്നു. യാവു ഇത്രയും ബോൾഡും ഫോർവേഡും ആണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലെന്ന് അവൻ മനസ്സിൽ പറയുന്നുണ്ട്.
കുറച്ച് കഴിഞ്ഞ് അവൻ വെളിയിലേക്ക് വരുന്നു. ലീജൻ ആകട്ടെ ചെൻസിയുടെ ദുഃഖം മറക്കാനായി ഒരുപാട് ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ ഡ്രങ്ക് ആയിരുന്നു. ഇത് കണ്ട് ക്യുവാൻ പാർട്ടി ഓവറാക്കാൻ ടൈമായെന്ന് തോന്നുന്നു പറയുന്നുണ്ട്. ഇല്ലില്ല, പാർട്ടി ഇനി കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് കുട്ടിക്കാലത്തെ ഓർമ്മകൾ റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാമെന്ന് ലീജൻ പറയുന്നു. പാർട്ടിയിലുണ്ടായിരുന്ന എല്ലാവരും സമ്മതിക്കുന്നു. ലീജൻ എല്ലാവരോടുമായി നിങ്ങളുടെ ബോസായ ക്യുവാൻ ഹൈഡ് ചെയ്യും. അവനെ ആരാണോ ആദ്യം കണ്ടെത്തുന്നത് അവർക്ക് 10,000 യുവാൻ പ്രൈസായിട്ട് കിട്ടുമെന്ന് പറയുന്നു. പ്രൈസ് മണി കേട്ട് എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ക്യുവാനെ അവിടെയെല്ലാം അന്വേഷിക്കുന്നു. ആ വീട് ഫുൾ അവർ അരിച്ചു പറക്കുന്നുണ്ട്. പക്ഷെ ക്യുവാൻ എവിടെയാണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അപ്പോൾ യാവുന് ക്യുവാൻ തന്നോട് നേരത്തെ പറഞ്ഞൊരു കാര്യം ഓർമ്മ വരുന്നു. തൻ്റെ വില്ലയിലും ഒരു റൂഫ് ടോപ്പ് ഉണ്ടെന്നും അവിടെ ഇരിക്കാൻ തനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും അവിടെ ഇരുന്ന് ഡെയിലി താൻ കോഫി കുടിക്കാറുണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം. അവൾ റൂഫ് ടോപ്പിൽ നോക്കാൻ പോകുന്നു. അതേസമയം ഓഫീസിൽ മറ്റു 2 കൊളീഗ്സിനാണ് കാണിക്കുന്നത്, യൂഫിയും ടാങ്ങിനെയും. ഇവർക്കിടയിലും ചെറുതായിട്ട് റൊമാൻസ് സ്റ്റാർട്ടാകുന്നു. അതേസമയം ക്യുവാൻ റൂഫ് ടോപ്പിലായിരുന്നു. പണ്ട് യാവുൻ്റെ കൂടെ ആ ചെറിയ വില്ലയിൽ ഒരുമിച്ച് റൂഫ് ടോപ്പിൽ സ്പെൻഡ് ചെയ്ത ടൈമെല്ലാം അവൻ ഓർക്കുന്നുണ്ട്. ഫീഡ്ബാക്ക് ചെയ്തപ്പോൾ റൂഫ് ടോപ്പിലെ ഡോർ അപ്പോൾ ആരോ തുറക്കുന്നു. ക്യുവാൻ എക്സ്പെക്ട് ചെയ്തപ്പോൾ തന്നെ അത് യാവു ആയിരുന്നു. യാവു അവിടേക്ക് വന്ന്, ബോസ്, താങ്കൾ എവിടെ ഹൈഡ് ചെയ്താലും ഞാൻ താങ്കളെ കണ്ടെത്തുമെന്ന് പറയുന്നു. അവളുടെ ഈ വേർഡ്സ് അവനെ ഒരുപാട് ഹാർട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. ക്യുവാൻ റിപ്ലൈ ആയി റൊമാൻറ്റിക്കായി എന്തെങ്കിലും പറയുന്ന മുന്നേ തന്നെ യാവു ഉറക്കെ 10,000 ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യാൻ പോകുന്നു. നെക്സ്റ്റ് സീനിൽ ലീജൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് യാവുന് ആ പ്രൈസ് മണി കൊടുക്കുന്നു. അവൾ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. ക്യുവാൻ യാവുനോട്, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്, നീ വിന്നറാണ്. സോ നീ ഇന്ന് എന്താവശ്യപ്പെട്ടാലും നിന്റെ വിഷ് ഞാൻ ഗ്രാൻഡ് ചെയ്യുമെന്ന് അവൻ പറയുന്നു. സർ, താങ്കളുടെ ഈ വാക്ക് താങ്കൾ മാറ്റാൻ പാടില്ലെന്ന് യാവ് പറയുമ്പോൾ ഞാൻ ഒരിക്കലും മാറ്റില്ല. നീ എന്താവശ്യപ്പെട്ടാലും എന്തു പറഞ്ഞാലും ഞാൻ ഇന്ന് ഫുൾഫിൽ ചെയ്യും. നിനക്ക് എന്തു വേണമെങ്കിലും ആവശ്യപ്പെടാമെന്ന് അവൻ പറയുന്നു. പാവം ക്യുവാൻ്റെ മനസ്സിൽ റൊമാൻറ്റിക് ചിന്താഗതികളായിരുന്നു. സർ, എൻ്റെ സാലറി ഇൻക്രിമെൻറ്റ് ചെയ്യാമോ എന്ന് അവൾ ചോദിക്കുന്നു. ഇത് കേട്ട് ക്യുവാൻ നന്നായിട്ട് ദേഷ്യം വരുന്നു. നിന്റെ സ്വപ്നത്തിൽ ഇതൊരിക്കൽ നടക്കില്ലെന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും കേക്ക് വരുന്നു. കേക്ക് കട്ട് ചെയ്യുമ്പോൾ ക്യുവാൻ വിഷ് ചെയ്യുന്നുണ്ട്.